കലാലയ ജീവിതത്തിലെ പഠനവും രാഷ്ട്രീയവും പ്രേമവും പിരിയലും അടിയും ഒത്തുചേരലും കലയുമൊക്കെ വിവിധ കോണങ്ങളിൽ ഓരോ വ്യക്തിയുടെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുമ്പോൾ ഓരോ കഥ ജനിക്കുന്നു. ക്രിയാത്മകതയോടെ അവയെ വീക്ഷിക്കുമ്പോൾ ചിരിക്കാനും ചിന്തിക്കാനും ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ. അതുപോലെ ഒരു സിനിമ സമീപകാലത്ത് കാണാനിടയായി, ലിറ്റിൽ മിസ് റാവുത്തർ. പ്രേമത്തിന് കണ്ണില്ല, ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പഴമക്കാർ. ഈ അവസ്ഥകളെ സാധൂകരിക്കാൻ ഉന്നയിക്കുന്ന ന്യായീകരണങ്ങൾ പലപ്പോഴും ചിന്തകൾക്കതീതമാണ്. പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാൽ അതിൽ 1% പൊരുത്തം കണ്ടെത്തി അതിൽ അങ്ങേയറ്റം വരെ പിടിച്ചു നിൽക്കാൻ മനസ്സെന്ന കണിയാൻ പ്രേരിപ്പിക്കുന്നു. ഏതോ ഒരു ഘട്ടത്തിൽ ഒന്ന് പിരിഞ്ഞിരുന്ന് തൻ്റേതായ ലോകത്ത് ജീവിതത്തിൻ്റെ അർത്ഥം തേടുമ്പോൾ കഴിഞ്ഞതിനെ ഒന്ന് കീറിമുറിച്ച് അവലോകനം ചെയ്യുന്നു നമ്മിൽ പലരും. അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനായി അവളായി ജീവിച്ചു നോക്കിയാലും ചിലപ്പോൾ പിന്നീടൊരിക്കലും ആ പൊരുത്തക്കേടുകളെ കൂട്ടിച്ചേർക്കാൻ ആയില്ലെന്ന് വരും. യാഥാർത്ഥ്യബോധത്തിലേക്ക് തിരികെ വരുമ്പോൾ കഴിഞ്ഞതൊക്കെയും ഒരു സ്വപ്നമായിട്ട് കാണാനാണ് പലർക്കും ആഗ്രഹം. അല്ല, അതാണ് നല്ലതും. പിന്നീടൊരിക്കൽ ഒരു തേങ്ങലായി വിങ്ങുന്ന ഓർമ്മയായി അനുഭവമായി കൊണ്ടു നടക്കാൻ. എങ്കിലും മനസ്സിലാക്കപ്പെടാത്തതിൻ്റെ കുറ്റബോധത്തിൻ്റെ ചില നീറുന്ന ഓർമ്മകൾ അയവിറക്കി ജീവിക്കുകയാണ് പലരും. അതിൽ സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്നു മറ്റു ചിലർ. ഇങ്ങനെ എഴുതപ്പെടാതെ പോയ എത്രയോ നല്ല കഥകൾ. പൊരുത്തക്കേടുകളെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോയാലും ഒരു ഘട്ടത്തിൽ പൊട്ടിത്തെറിക്കും. അതിന് പലരുടെയും ജീവിതങ്ങൾ സാക്ഷിയല്ലേ. അതൊരു 1.5 പൊട്ടിത്തെറിയായിരിക്കും. അവിടേക്ക് അഡ്ജസ്റ്റ്മെൻറ്റിന് പകരം അക്സെപ്റ്റൻസ് ആയിരുന്നെങ്കിൽ എന്ന് വാദിക്കുന്നവരുമുണ്ട്. പരസ്പരം മനസ്സിലാക്കാതെ പോയതിനാൽ ഇന്ന് പല പ്രേമങ്ങളും പല വീടുകളിൽ പല സാഹചര്യങ്ങളിൽ കാലത്തെ പഴിച്ച് ഒന്ന് ചത്താൽ മതിയെന്ന് നിരാശയിൽ ഒതുങ്ങിക്കൂടി ഒന്ന് ചിരിക്കാനോ കരയാനോ പോലും ആവാതെ വിധിയെ പഴിച്ച് കഴിയുന്നു. ആർക്കും ആരെയും പൂർണ്ണമായും മനസ്സിലാക്കാനാവില്ലല്ലോ.